യക്ഷിയല്ലാത്ത പെണ്ണിനെ നോക്കിയെടുക്കണം. കാരണം നിന്റെ കൂടെയുള്ള പെണ്ണിനെ വെച്ചാണ് ലോകം നിന്നെ ജഡ്ജ് ചെയ്യുന്നത്. മെഹുന ആരംഭിക്കലാമ. അവളുടെ ലുക്കല്ല, സ്വഭാവം വെച്ചിട്ടാണ് നിന്റെ ലൈഫിന്റെ ക്വാളിറ്റി നിന്റെ ചുറ്റുമുള്ളവർ മനസ്സിലാക്കിയെടുക്കുന്നത്. അവള് നാട്ടുകാരുടെ മുന്നിൽ വെച്ച് നിന്നോട് ദേഷ്യപ്പെടുകയും കളിയാക്കുകയും ചെയ്യുന്നുണ്ട്. സ്വന്തം തെറ്റുകളും കുറവുകളും സമ്മതിക്കാതെ എല്ലാ കുറ്റങ്ങളും നിന്റെ മേത്ത് ഇടുന്നുണ്ട്. കുട്ടികളെയും നിന്നെയും ശാരീരികവും മാനസികവും സാമ്പത്തികവുമായി ഉപദ്രവിക്കുന്നുണ്ട്. അവള് മൊബൈൽ സ്ക്രീനില് 70% തുണി ഊരി മൈ ബോഡി മൈ ഫ്രീഡം എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്. അവള് ജസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറഞ്ഞ് ആൺ സുഹൃത്തുക്കളുടെ കൂടെ രാത്രി കറങ്ങി നടക്കുകയും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുമുണ്ട്. പിന്നെ അവൾ കള്ളം പറയും, തെറി പറയും, ചീറ്റിയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ ഇവൾക്ക് വട്ടാണോ എന്ന് ആരും ചോദിക്കില്ല. നാട്ടുകാർ ഇതൊക്കെ കണ്ട് എൻജോയ് ചെയ്യും. എന്നാൽ ഇവളുടെ കൂടെ ഇങ്ങനെ മനസമാധാനമില്ലാതെ ചത്ത് ജീവിക്കാൻ നിനക്ക് വട്ടാണോ എന്ന് അവര് മനസ്സിൽ വിചാരിക്കും. നിനക്ക് ഏകാന്തതയാണ്, ആവശ്യങ്ങളുണ്ട് എന്ന് കരുതി നിനക്ക് അറ്റൻഷൻ തരുന്ന ഏത് പടക്ക കമ്പനിയും പിടിച്ച് ജീവിതത്തിലേക്ക് ഇടരുത്. ഞാൻ ഈ പറഞ്ഞ ടൈപ്പ് അല്ലാതെ നാട്ടുകാരുടെ മുമ്പിൽ നന്മ മരമായിട്ട് അഭിനയിച്ച് വീടിനുള്ളിൽ മാത്രം കള്ളിയും കാട്ട് നീലയെ നിന്റെ ചോര കുടിക്കുന്ന നാർസിസ്റ്റ് യക്ഷികളും ഒത്തിരിയുണ്ട്. അതുകൊണ്ട് ഏറെക്കൂടെ പോകുന്ന വയ്യ വേലികൾ നീ ഏണി വെച്ച് പിടിക്കരുത്. നിന്റെ വരാൻ പോകുന്ന ഒത്തിരി തലമുറകൾ പിഴച്ചു പോകും. എനിക്ക് തെറ്റുപറ്റി, ഞാൻ പടക്ക കമ്പനിയിൽ ഇൻവെസ്റ്റ് ചെയ്തു, നിനക്ക് തെറ്റ് പറ്റാതിരിക്കട്ടെ. നല്ല മനുഷ്യർ ഒത്തിരി നിന്റെ ചുറ്റും തന്നെയുണ്ട്. ഇനി ഈ കാര്യത്തിൽ നിനക്ക് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കോച്ചുമായി ഡിസ്കസ് ചെയ്യാൻ ബയോ ലിങ്ക് ക്ലിക്ക് ചെയ്യാൻ നമുക്ക് ശരിയാക്കാം.